അസ്സലാമലൈക്കും. ഇന്നിപ്പോ നമ്മള് കാണാൻ വന്നേ ഇന്നത്തെ ഉച്ചക്കലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ചോറ് വെക്കാണ്. അതിലേക്ക് മുരിങ്ങക്കായ കറിയാണ്. അതുപോലെ പയറുപ്പേരിയാണ് കേട്ടാ. നമ്മൾ മുരിങ്ങക്കായ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മുരിങ്ങക്കായ കറി വെക്കുമ്പോഴത്തേന് നമ്മൾ പരിപ്പും തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടിട്ട് പരിപ്പും തക്കാളിയും വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക കേട്ടാ. ഇനി അതിലേക്ക് തേങ്ങ ചിരകുകയാണ്. തേങ്ങ ചിരകി പെരിഞ്ചീരകം ചുവന്നുള്ളി ഇട്ടിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അരച്ചെടുക്കാനുള്ള ഇതാണ് അരക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പയറുപ്പേര് നല്ല ഭംഗിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ സവാളയും പച്ചമുളകും ഇട്ട് കൂട്ടുക. എന്നിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. ഇനിയിപ്പോൾ ഉമ്മ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ മുരിങ്ങക്കായ ഇട്ടിട്ട് തിളക്കുന്നുണ്ടല്ലോ, അതിലേക്ക് ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങ എന്ത് ചെയ്യും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് മുരിങ്ങക്കായൊക്കെ വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ച തേങ്ങ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം അധികം എരിവുള്ള കറിയൊന്നും കുട്ടികൾക്ക് അത്ര ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഒരു കറിയാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ ഈ കുട്ടികൾ ചോറിനകത്തതിൻ്റെ മിക്ക കാരണം കറിയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര എരിവായിരിക്കും. അതാണ് കുട്ടികൾ ചോറിനാൻ മടിക്കുന്നത്. അപ്പം ഇനി അതിലേക്ക് വേപ്പിലയും കടുക് പൊട്ടിച്ച് വേപ്പില ഇട്ട് ഞാൻ താളിച്ച് ഒഴിക്കാം. നമ്മളതിൽ ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പം ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ചട്ടിയിൽ തന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാൻ പച്ചമുളകും വേപ്പില കൊടുത്തിട്ടുണ്ട്, കടുകും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, പയറിട്ട് കൊടുക്കുന്നുണ്ട്, സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് നന്നായി വഴന്നതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ പയറ് ഇട്ട് കൊടുക്കും കേട്ടോ. പയറ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് നന്നായി വഴറ്റിട്ടമ്മ. വഴറ്റിയതിന് ശേഷമാണ് പയറിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെ എനിക്കറിയാവുന്ന വിധത്തിലാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇനി ഇത് വഴറ്റിയതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പയറിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്താൽ സവാളൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അതിനാണ് ഈ ഉപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് ഇനി അപ്പം പയറിട്ട് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പയറിട്ട് കൊടുക്കുന്നുണ്ട്. പയറിട്ട് കൊടുത്ത് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഒന്ന് ചെറുതാക്കി വെക്കുകയും ചെയ്യണം, മൂടി വെക്കുകയും ചെയ്യണം കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. ചേരൊക്കെ ഒരു ജാതിയാവും, വേവ് കൂടും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് സെറ്റാക്കി എടുക്കും കേട്ടോ. അപ്പോൾ മുരിങ്ങ കറിയായി, ഉപ്പേരിയുമായി, ചോറും ആയിട്ടാ. ഇനി അതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നന്നായി മിക്സ് ചെയ്ത് പയർ നല്ല സെറ്റാക്കണം ഉമ്മ കേട്ടോ. അപ്പം അതിൻ്റെ അടുക്കുമ്പോൾ കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, കുട്ടികൾ വീട്ടിലുണ്ട്, ചെറുപ്പൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ വേഗം തന്നെ ചോറിൻ്റെ പണി കഴിക്കാൻ കേട്ടോ. ചോറിൻ്റെ പണി ഒപ്പം ക്ലീനിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മൂടിയെടുത്ത് ഞാൻ കഴുകി കൊടുന്ന് മൂടും കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ കുട്ടികളില്ല, സ്കൂളിൽ പോയ ദിവസമാണെങ്കിൽ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചാൽ സ്കൂളില്ലല്ലോ ഇന്ന്. അപ്പോൾ നമ്മൾ എല്ലാം സ്ലോ അവരെ കാര്യം നോക്കണം നമ്മൾ. പിന്നെ തല്ലൂടുന്നുണ്ട, ബഹളം വെക്കലും ടി വി വെക്കലും ഒക്കെയാണ്. അപ്പം നമ്മൾ നേരം വൈകും അവരെ നോക്കിയിരുന്നിട്ട് കേട്ടോ. അങ്ങനെ ഇതാ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഉമ്മ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കണ്ടോ, നല്ല സെറ്റായി വന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പേരി. തീയൊക്കെ ഓഫ് ചെയ്ത് ഇനി അടുത്തത് ഇത് എന്താണ് ചൂടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ആ ഉമ്മ എന്ത് ചെയ്ത് ഒക്കെ വൃത്തിയാക്കി കഴുകി കായം പരത്തിയിട്ട് അത് പൊരിക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ മുന്നേ 2 പപ്പടം പൊരിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ ഉമ്മ പപ്പടം പൊരിക്കണം കേട്ടോ. അങ്ങനെ പപ്പടം പൊരിക്കുകയാണ്. പപ്പടം പൊരിക്കൽ കഴിഞ്ഞിട്ട് വേണം എന്ത് മീൻ പൊരിക്കാൻ. പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഇനി അടുത്തത് മീൻ പൊരിക്കാൻ പോവടാ. അതാ മീൻ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിലായിരുന്നു പച്ചക്കറിയിലേക്ക് ഉണക്കമീൻ ഇട്ടാ. നമ്മൾ തന്നെ ഉണക്കിയിട്ടില്ല. മീൻ ചൂട കൂടുതൽ കണ്ടപ്പോൾ നമ്മൾ അതിൽ ഉപ്പിട്ടിട്ട് വെക്കുക ചെയ്തിട്ടാ. അത് പൊരിച്ച് കായം പുരട്ടിയിട്ട് ഉമ്മ പൊരിച്ച്. ഇനി നമ്മൾ പണി ഒരുവിധമൊക്കെ കഴിഞ്ഞ് കിച്ചണിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇനി ഉമ്മ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഞാൻ ബാക്കിയുള്ള അടിച്ചു വാരി അങ്ങനത്തത് അലക്കൽ അതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ അതിമേലേക്ക് നിൽക്കുകയാണ്. മീനൊക്കെ പൊരിച്ച് റെഡിയായി സെറ്റായി. ഇതൊക്കെ അതാത് സ്ഥാനത്ത് കൊണ്ടുവെക്കുകയാണ് കേട്ടോ. ഇതാ അലക്കാനുള്ളത് മുക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ കല്യാണത്തിന് പോയി വന്നതൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. അലക്കൽ കഴിഞ്ഞ് ഞാൻ അടിച്ചു വരാൻ പോവുകയാണ്. അടിച്ചു വരൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയി കുളിക്കും. കുളിയൊക്കെ കഴിഞ്ഞ് ചോറിതാ അന്നെ കുളിച്ച് അന്നെ ചോറിനുണ്ട്. ഞാനും എൻ്റെ കുളിയും കഴിഞ്ഞ് ഞാനും ചോറ് തിന്നണം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.